ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ ചാണക്യശാസ്ത്രം എന്ന പേരിൽ ഒരു സമൂഹത്തെ മുഴുവൻ അന്ധവിശ്വാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് കുറച്ചാളുകൾ. ഒരു വീട് വച്ചാൽ അതിന് ചുറ്റുമതിൽ പണിതാൽ അതിൽ ഇരിക്കുന്നതെങ്ങനെ, കിടക്കുന്നതെങ്ങനെ എന്നിത്യാദി നൂറായിരം ചോദ്യങ്ങൾ കൊണ്ട് അവനെ അതിൽ കാലുകുത്താതെ ശൂന്യതയിൽ നിർത്തുകയാണ്. എന്നാൽ ആരാണ് ചാണക്യൻ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? മൗര്യവംശത്തിലെ ചന്ദ്രഗുപ്ത മൗര്യന്റെ മന്ത്രിസഭയിലെ പ്രധാനിയായിരുന്നു വിഷ്ണുഗുപ്തൻ എന്നു പേരുള്ള കൗടില്യൻ എന്നറിയപ്പെടുന്ന ഈ ചാണക്യൻ. ആ ചാണക്യന്റെ സുപ്രധാനമായ 3 കൃതികളാണ് അർത്ഥശാസ്ത്രവും നീതിശാസ്ത്രവും ചാണക്യനീതിയും. അതിൽ അദ്ദേഹം മനുഷ്യവംശത്തോട് പറഞ്ഞു വച്ചത്, നിങ്ങൾ ഇന്നലകളെക്കുറിച്ചും നാളുകളെക്കുറിച്ചും ഓർത്ത് വ്യവരാതിപ്പെട്ട് ജീവിതം വഴിമുട്ടിക്കരുത്. നിങ്ങൾ കാണുകയും പഠിക്കുകയും ചെയ്ത ദൈവം എന്ന സങ്കല്പം മണ്ണിലോ വിണ്ണിലോ വിഗ്രഹത്തിലോ അല്ല, അത് നിങ്ങളുടെ അന്തരാത്മാവിലാണ് കുടികൊള്ളുന്നത്. നിങ്ങളുടെ ആരാധനാലയങ്ങൾ കുടികൊള്ളുന്നത് നിങ്ങളുടെ ഹൃദയത്തിലാണ്. നിങ്ങളെ നയിക്കുന്നത് നിങ്ങൾ ചെയ്ത കർമ്മഫലമാണ്. അത് നേരായാലും തെറ്റായാലും അത് മുഴുവൻ അനുഭവിച്ചിട്ടേ നിങ്ങൾ ഭൂമിയിൽ നിന്ന് പോകൂ എന്നും അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇതാണ് ചാണക്യശാസ്ത്രം.